ഇസ്രായേൽക്കാർ എവിടെ ഒന്നിച്ചുകൂടിയാണ് ശപഥം ചെയ്തത്? ഉത്തരം: മിസ്പായിൽ. മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തത് ആര്? ഉത്തരം: ഇസ്രായേൽക്കാർ. ഇസ്രായേൽക്കാർ ഒന്നിച്ചുകൂടി ചെയ്ത ശപഥം എന്തായിരുന്നു? ഉത്തരം: നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കില്ല എന്ന്. ഇസ്രായേൽക്കാർ തങ്ങളുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കില്ല എന്നാണ് ശപഥം ചെയ്തിരുന്നത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്. ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് തങ്ങളുടെ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കില്ല എന്ന് ശപഥം ചെയ്തിരുന്നത് ആര്? ഉത്തരം: ഇസ്രായേൽക്കാർ. ഇസ്രായേൽക്കാർ എവിടെ വന്നാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം: ബേഥേലിൽ. ഇസ്രായേൽക്കാർ ബലിപീഠം നിർമ്മിച്ച് എന്തൊക്കെ ബലികളാണ് അർപ്പിച്ചത്? ഉത്തരം: ദഹനബലികളും സമാധാന ബലികളും. ഇസ്രായേൽക്കാർ എന്തു പറഞ്ഞാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? കർത്താവിൻ്റെ മുമ്പിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ആരാണ് തിരക്കിയത്? ഉത്തരം: ഇസ്രായേൽ. മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പാകെ വരാത്തവനെ എന്തു ചെയ്യണമെന്നാണ് ഇസ്രായേൽക്കാർ തീരുമാനിച്ചിരുന്നത്? ഉത്തരം: കൊന്നുകളയണമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇസ്രായേലിന് ആരോടാണ് അനുകമ്പ തോന്നിയത്? ഉത്തരം: തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട്. കർത്താവിൻ്റെ സന്നിധിയിൽ വരാതിരുന്നത് ആര്? ഉത്തരം: യാബേഷ് ഗിലെയാദിൽ നിന്ന് ആരും വന്നിരുന്നില്ല. യുദ്ധവീരന്മാരായ എത്ര പേരെയാണ് യാബേഷ് ഗിലെയാദിലേക്ക് അയച്ചത്? ഉത്തരം: 12000. യാബേഷ് ഗിലെയാദിലേക്ക് യുദ്ധവീരന്മാരെ അയച്ചത് എന്തിന്? ഉത്തരം: സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം നിവാസികളെയെല്ലാം വാളിനിരയാക്കാൻ. യാബേഷ് ഗിലെയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാർ ഉണ്ടായിരുന്നു? ഉത്തരം: 400. യാബേഷ് ഗിലെയാദിലെ 400 കന്യകമാരുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം: പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തവർ. 400 കന്യകമാരെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഉത്തരം: കാനാൻ ദേശത്ത് ഷിലോയിലെ പാളയത്തിലേക്ക്. ബെഞ്ചമിൻ ഗോത്രക്കാർ താമസിച്ചിരുന്നത് എവിടെ? ഉത്തരം: റിമ്മോൻ പാറയിൽ. സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് ആരുടെ അടുത്താണ് സമാധാന പ്രഖ്യാപനം നടത്തിയത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുത്ത്. ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ആരെയാണ് ഭാര്യമാരായി ലഭിച്ചത്? ഉത്തരം: യാബേഷ് ഗിലെയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഒരു വിടവ് സൃഷ്ടിച്ചത് ആര്? ഉത്തരം: കർത്താവ്. ജനത്തിന് അലിവ് തോന്നിയത് ആരോട്? ഉത്തരം: ബെഞ്ചമിൻ വംശജരോട്. ബെഞ്ചമിൻ ഗോത്രത്തിലെ ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം: സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിക്കുന്നവർക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? ഉത്തരം: അവകാശം. ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവൻ ആയിരിക്കുമെന്ന് ആരാണ് ശപഥം ചെയ്തിട്ടുള്ളത്? ഉത്തരം: ഇസ്രായേൽ ജനം. കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കുന്നത് എവിടെ? ബേഥേലിന് വടക്ക്, ബേഥേലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്ക്, ലെബനോനിലേക്ക് തെക്കുള്ള ഷീലോയിൽ. കർത്താവിൻ്റെ ഉത്സവം ഷീലോയിൽ ആഘോഷിക്കുന്നത് എപ്പോൾ? ഉത്തരം: വർഷം തോറും. ബെഞ്ചമിൻകാർ ഭാര്യമാരായി പിടിച്ചുകൊണ്ടു പോയത് ആരെ? ഉത്തരം: ഷീലോയിലെ യുവതികളെ. ഷീലോയിലെ യുവതികൾ എന്തിനായിരുന്നു വന്നിരുന്നത്? ഉത്തരം: നൃത്തം ചെയ്യാൻ.
നൃത്തം ചെയ്യാൻ വരുന്ന യുവതികളെ പിടിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകാനാണ് ബെഞ്ചമിൻകാർക്ക് നിർദ്ദേശം ലഭിച്ചത്? ഉത്തരം: ബെഞ്ചമിൻ ദേശത്തേക്ക്. ഷീലോയിലെ യുവതികളെ ബെഞ്ചമിൻകാർ എന്തിനാണ് പിടിച്ചുകൊണ്ടുപോയത്? ഉത്തരം: ഭാര്യയാക്കാൻ. നിങ്ങൾ പോയി മുന്തിരിത്തോട്ടത്തിൽ പതിയിരിക്കുവിൻ. ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുമ്പോൾ ഓരോരുത്തരും ഓരോ സ്ത്രീകളെ പിടിച്ച് ഭാര്യയാക്കാൻ ആർക്കാണ് നിർദ്ദേശം ലഭിച്ചത്? ഉത്തരം: ബെഞ്ചമിൻകാർക്ക്. ബെഞ്ചമിൻകാരോട് എവിടെ പോയി പതിയിരിക്കാനാണ് പറഞ്ഞത്? ഉത്തരം: മുന്തിരിത്തോട്ടങ്ങളിൽ. ഷീലോയിലെ യുവതികളുടെ ആര് പരാതിയുമായി സമാപിച്ചാൽ സമാധാനം ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്നാണ് പറഞ്ഞത്? ഉത്തരം: പിതാക്കന്മാരോ സഹോദരന്മാരോ. ബെഞ്ചമിൻ ഗോത്രജർ എപ്രകാരമാണ് യുവതികളെ പിടിച്ചുകൊണ്ടുപോയത്? ഉത്തരം: തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച്. ബെഞ്ചമിൻകാർ യുവതികളെ പിടിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഉത്തരം: തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവിടെ വസിച്ചു. ഇസ്രായേൽ ജനം എങ്ങോട്ടാണ് മടങ്ങിപ്പോയത്? ഉത്തരം: താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശഭൂമിയിലേക്കും. താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശഭൂമിയിലേക്കും മടങ്ങിപ്പോയത് ആര്? ഉത്തരം: ഇസ്രായേൽ ജനം. ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നത് എവിടെ? ഉത്തരം: ഇസ്രായേലിൽ. ഇസ്രായേലിൽ ഓരോരുത്തരും തനിക്ക് യുക്തം എന്ന് തോന്നിയത് ചെയ്യാൻ കാരണമെന്ത്? ഉത്തരം: അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നതുകൊണ്ട്.